ഒരു കട്ടിൽ ഒരു മുറി. സാധാരണ മുറിയാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക, പക്ഷെ ഇതിൽ കട്ടിലിനാണ് പ്രാധാന്യം. ഒരു ഉൾവലിൽ ഒന്നുമില്ല, ഞാൻ മുന്നോട്ട് തന്നെ ഒഴുകുക. പൊന്മുടൽ താറാവ് എന്നുള്ള സിനിമയിൽ തട്ടാൻ ഭാസ്കരൻ സ്നേഹിച്ച സ്നേഹലതയെ ഭാസ്കരനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഞാനാണ്. എൻ്റെ സിനിമ പോലും ഞാൻ കാണുന്നത് വേറൊരാൾ എഴുതിയ സിനിമയായിട്ടാണ്. അതുകൊണ്ട് ആസ്വദിക്കാൻ ഭയങ്കര സുഖമാണ്. കുഞ്ഞിക്കാതറൊക്കെ എൻ്റെ വലിയ അയാളുടെ കുഞ്ഞിക്കാതറൊക്കെ എൻ്റെ തോളത്തിട്ട് കൈയിട്ട് നടക്കുകയാണ്. ഇനി ഞാൻ അവെയറാണ്. ഓരോ കൊല്ലം കഴിയുമ്പോഴും സമയമൊക്കെ പെട്ടെന്നല്ലേ പോകുന്നത്, നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ അച്ഛാന്ന് വിളിക്കില്ലേ, അത് ലേശം അച്ഛാന്ന് വിളിച്ചു നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും അച്ഛനെ ഭയങ്കര പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. എല്ലാവരും ഈ പ്രണയം എന്ന് പറയുന്നത് പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ലേ കാണുന്നത്. അതുകൊണ്ടാണ് തേപ്പുകാരിയാവുന്നത്. എത്ര തേപ്പുകാരന്മാരുണ്ട്. എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ശങ്കരാടി, നെടുമുടി വേണും, ഒടുവിൽ ഉണ്ണികൃഷ്ണനും എല്ലാവരും വരും. അവരെയാണ് ആദ്യം ഞാൻ കാണുന്നത്. എല്ലാ നർമ്മത്തിലും വേദനയുണ്ടാകും. നമസ്കാരം. റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ ഇന്ന് നമുക്കൊപ്പം രഘുനാഥ് പലേറ്റ് സാറാണ്. ഇപ്പോൾ ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രവുമായി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഒരു കട്ടിൽ ഒരു മുറി, എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? അത് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കുഞ്ഞ് മനസ്സിനും കുഞ്ഞു കഥയാണത്. ഒരു വലിയ മനസ്സിലൊരു കുഞ്ഞു കഥ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഒരു കട്ടിൽ ഒരു മുറി. സാധാരണ മുറിയാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക, പക്ഷെ ഇതിൽ കട്ടിലിനാണ് പ്രാധാന്യം. കട്ടിലാണ് ആ മുറിയുടെ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്ക്രിപ്റ്റിലേക്ക് വീണ്ടും എത്തുന്നതെന്ന് തോന്നുന്നു. അതായത് ഒരു 2010 ഒരു പക്ഷേ സാറിൻ്റെ അവസാനത്തെ ഒരു സ്ക്രിപ്റ്റ് സിനിമയായിട്ടുണ്ടാവുക. അതിനുശേഷം ഇത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരുന്നു. അപ്പം ഇടക്കാലത്ത് സാർ അഭിനേതാവായിട്ടും ഇപ്പോൾ തൊട്ടപ്പലിലെ വേഷം, അതുപോലെ മറ്റ് ചില സിനിമകളിലെ വേഷങ്ങൾ, അപ്പോൾ അഭിനയത്തിലേക്ക് മാറുന്നു. അതിനുശേഷം വീണ്ടും ഈ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ്? എന്താണ്? അഭിനയത്തിലേക്ക് ഞാൻ മാറിയതല്ല, അത് ഷാനവാസ് ബാവക്കുട്ടിയുടെ നിർബന്ധം കാരണം അഭിനയിച്ച് പോയതാണ് തൊട്ടപ്പനിൽ. പിന്നെ തിരക്കഥകൾ എഴുതാതെ മാറി നിന്നതുമല്ല. ഞാൻ എൻ്റെതായ ലോകത്തിൽ ധാരാളം എഴുതിയിട്ടും പുസ്തകങ്ങൾ എഴുതിയിട്ടും തിരക്കഥകളൊക്കെ മനസ്സിലെഴുതിയിട്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയതാണ്. ഈ പിന്നെ സിനിമ അവസാന സിനിമ ലാസ്റ്റ് ഇതിനു മുമ്പുള്ള സിനിമ വന്ന ശേഷം പിന്നെ എഴുതാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ എഴുതാതിരുന്നിട്ടില്ല, എഴുതിയിട്ടുണ്ട്. സിനിമയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരോടും കഥ പറയുകയോ അല്ലെങ്കിൽ തിരക്കഥ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് എഴുതാനോ ഒന്നും തോന്നിയിരുന്നില്ല. അത് ഒരു കാരണവുമില്ല അതിനൊന്നും. സാധാരണ നമ്മളിപ്പം ഒരു എഴുത്തുകാർക്ക് ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ മലയാളത്തിൽ ഡെന്നിസ് ജോസഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം ഷിബു ചക്രവർത്തി അങ്ങനെയൊക്കെ അവരൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പം എഴുത്തങ്ങ് മാറ്റി നിർത്തിയ ഒരു ഫീലിംഗ് ആണ് പൊതുവേ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കറിയാം, മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ എഴുതിയ ഒരാളാണ് സാർ. അപ്പോൾ അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റ് അങ്ങനെ എന്തെങ്കിലും ചിന്ത ഇല്ല? അങ്ങനെ ഒന്നും ഒരു സാച്ചുറേഷൻ പോയിന്റും ഇല്ല. സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് എത്തി എന്ന് തോന്നുമ്പോഴാണ് നമ്മൾക്ക് ഓടിയെത്തി എന്ന് തോന്നുന്ന സമയത്തല്ല. ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാച്ചുറേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല, സാച്ചുറേഷൻ ഉണ്ടാവുകയില്ല. അത് നമ്മളങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ഇത് സിനിമയാവാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. പിന്നെ ഈ സിനിമ എഴുതാനുള്ള കാരണക്കാരൻ ഷാനവാസ് കെ ബാവക്കുട്ടി തന്നെയാണ്. കാരണം അവൻ്റെ ഈ പടം കഴിഞ്ഞപ്പോൾ, എഴുതി കഴിഞ്ഞപ്പോൾ, അവൻ തൊട്ടപ്പൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അവന് അടുത്തൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലേക്ക് അവൻ എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പം മനസ്സിൽ വന്നൊരു കഥ ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അത് എഴുതാൻ അവനത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എഴുതാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ എഴുതിപ്പോയതാണ്. നിർബന്ധ ബുദ്ധിയ മാത്രമല്ല, ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെയുള്ള ചില ആൾക്കാരൊക്കെ അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നിർബന്ധത്തോടു കൂടി ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ട് എഴുതിപ്പോയൊരു കഥയാണത്, സ്ക്രിപ്റ്റാണ്. എഴുതി കഴിഞ്ഞ് പിന്നെ അത് അല്ലെങ്കിലും ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. ഒരുപാട് കഥകൾ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല, അതാണ് സത്യം. ഒരു ഉൾവലിൽ ഒന്നുമില്ല, ഞാൻ മുന്നോട്ട് തന്നെ ഒഴുകുക. ഒന്നുമില്ല, ഞാനിപ്പോൾ ധാരാളം എഴുതുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ചില സമയത്ത് അങ്ങനെ സംഭവിക്കും. പ്രോജക്റ്റ് നടന്നു എന്ന് വരില്ല പലപ്പോഴും. പിന്നെ എന്താ പറയുക, നമ്മൾ വേറെ ചില ഒരുപാട് കാലം വേണ്ടി വരുന്ന ചില പ്രോജക്റ്റുകളിലേക്ക് ഇൻവോൾവായി നമ്മൾ, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. അതൊന്നും പെട്ടെന്ന് 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും കംപ്ലീറ്റ് ആവില്ല.
അങ്ങനെ ചില പ്രോജക്റ്റുകളിലൊക്കെ ഇൻവോൾവായി. അതൊക്കെ സമയമെടുത്തു. അപ്പം നമ്മളും പൊതുവേ നമ്മൾ ഈ സമയം പോകുന്നൊന്നും അറിയുന്നില്ലല്ലോ. കുറേ കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പം ശരിക്കും പറയണമെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ സിനിമ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് ഞാൻ അറിയുന്നത് ബാക്കിയുള്ളവർ പറയുമ്പോഴാണ്. അല്ലാതെ ഞാനായിട്ട് മാറി നിന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും ചില പുസ്തകങ്ങളൊക്കെ എഴുതി കഴിയുമ്പോഴും ചോദിച്ച ആൾക്കാർ കിട്ടുന്നില്ല, വന്നിട്ടില്ല, അയച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അത് എഴുതി പകുതിയല്ലേ ആയിട്ടുള്ളൂ, മുഴുവനായിട്ടുള്ളൂ എന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ വീക്കിലികളൊക്കെ വാരികളൊക്കെ എന്നോട് ഒരു ഡേറ്റ് വെച്ച് കഥകൾ ചോദിച്ചാൽ ഞാൻ എഴുതാറില്ല വാസ്തവത്തിൽ. നമുക്കത് ഒരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ടെർമിനൽ പോയിന്റ് വെച്ചുകൊണ്ട് ഡേറ്റ് വെച്ചുകൊണ്ട് എഴുതാൻ വിഷമമാണ്. ഞാൻ ചെയ്യാറില്ല. അങ്ങനെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അവെയറാണ്. ഓരോ കൊല്ലം കഴിയുമ്പോഴും സമയമൊക്കെ പെട്ടെന്നല്ലേ പോകുന്നത്, നമ്മൾ അറിയുന്നില്ലല്ലോ. അത് നമ്മൾ പ്രായമാവുന്നത് പോലും നമ്മൾ അറിയുന്നില്ലല്ലോ. അറിയില്ല, ഞാൻ അറിയാറില്ല. മക്കൾ വലുതാവുന്നുണ്ട്, പക്ഷേ ചുറ്റുമുള്ളവരും അത് പ്രായം കൂടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല വാസ്തവത്തിൽ. അത്രയേ ഉള്ളൂ. അത് യൂഷ്വലി സംഭവിച്ചാണ്. അല്ലാണ്ട് സാച്ചുറേഷനോ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. ഇപ്പോൾ ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പം അതിൻ്റെ എഴുത്ത് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതിൻ്റെ എഴുത്ത് പ്രോസസ്സിങ് അതങ്ങ് തീർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തീരുമായിരുന്നു. പിന്നെ അത് എഴുതുന്ന സമയത്ത് എനിക്കങ്ങനെ മനസ്സിൽ വരും. മനസ്സിലങ്ങനെ വന്ന് എഴുതി ഒരു ഘട്ടം എത്തുമ്പോൾ ഞാൻ നിർത്തും. പിന്നീട് വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും മനസ്സ് പോകുമ്പോഴാണ് വീണ്ടും എഴുതുന്നത്. നമ്മൾ ഈ ഉറവ പൊട്ടുന്നത് പോലെയാണ്. റിസോഴ്സ് അങ്ങനെ വന്ന് നിറയണം. അത് എങ്ങനെ നിറഞ്ഞ് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ നനവ് ഇങ്ങനെ വന്ന് അങ്ങനെയാണ്. ഒരു സ്ട്രീമിങ് പോലെ അല്ല അത് സംഭവിക്കാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളതിൽ തന്നെ ഇങ്ങനെ ഇൻവോൾവ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തുടങ്ങിയതിനേക്കാളും വേറെ വിധത്തിലേക്ക് അത് സ്ട്രീം ഒഴുകി പോവുക. അങ്ങനെ സംഭവിക്കുക. ഒരു പ്ലാൻ വെച്ച് 1, 2, 3 പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് എഴുതാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പലർക്കും സാധിക്കുമായിരിക്കും. ഞാനിതിനെ കാണുന്നത് മനസ്സിലിങ്ങനെ ഉറഞ്ഞ് നീരിങ്ങനെ പൊട്ടി വരുന്നത് പോലെ, ചില നനവ് വന്ന് ഒരു പുഴയായിട്ട് വരുന്ന പോലെയൊക്കെ വരണം. റിസോഴ്സ് തീരുമ്പോഴാണ് ആ ചിന്തകൾ അല്ലെങ്കിൽ തീരുമ്പോഴാണ് നിന്ന് പോകുന്നത്. പക്ഷെ എന്നാലും പിന്നെ ഉറവ് പൊട്ടും. അങ്ങനെ ഇത് എഴുതുമ്പോഴും അങ്ങനെയാണ്. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതിയതാണ്. പക്ഷെ എന്നാലും അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷൂട്ടിംഗ് ദിവസം പോലും ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു തിരക്കഥ പൂർണ്ണമായി കൊടുത്തു കഴിഞ്ഞാലും എഴുത്തുകാരൻ അതിനുള്ളിൽ തന്നെയാണ് അപ്പോഴും. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. അത് ഏത് സമയത്ത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുവരെയും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ, അതായത് ഫുള്ളി ഇൻവോൾവ് ആണ്. അപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ കഥ നമ്മളൊരു നോവൽ എഴുതുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രസാധകൻ്റെ അതിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും വേണമെങ്കിലും മാറ്റാം. അതിലേക്ക് ചിന്തിക്കും. നമ്മൾ അതിലേക്ക് വായിച്ച് നോക്കുമ്പോഴോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുമ്പോഴോ പിന്നെയും ചിലപ്പോൾ മാറി വരും. അങ്ങനെ സംഭവിക്കും. എഴുത്തൊരു നൈരന്തര പ്രക്രിയ പോലെയാണ്. അതിൻ്റെ അവസാനം ഇതിങ്ങനെയല്ല എന്ന് പറയുന്നത് വരെയാണ് നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ലേ. ഏതൊഴുത്തുകാരനും വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സിനിമയിൽ? ഷൂട്ടിംഗ് പ്രോസസ്സിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടേ ഇല്ല. ഞാൻ കാഴ്ചക്കാരനായിരുന്നു. ഞാനൊരു ആദ്യ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. അതൊക്കെ ആസ്വദിച്ചു. സംവിധായകൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കും. അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനും ആ ക്യാരക്ടറിനെ പറ്റി വാചാലനാവുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടമായി ഇതിൻ്റെ വർക്കും മൊത്തം കാര്യങ്ങളും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇപ്പോൾ ഇത്. ഞാനും കാണാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ കാഴ്ചക്കാരനാണ്. എഴുതി കഴിഞ്ഞാൽ ഞാൻ തിരക്കഥ മറക്കും. എൻ്റെ പുസ്തകങ്ങളും കഥകളും ഒക്കെ അങ്ങനെയാണ്. എനിക്ക് പല കഥകളും പലപ്പോഴും പിന്നീട് പലരും പറയുമ്പോഴാണ് ഓർമ്മ വരിക. ഞാൻ എൻ്റെ വരികളൊന്നും എനിക്ക് മനഃപ്പാടമല്ല. അപൂർവമായിട്ടുള്ള വരികളൊക്കെ എനിക്ക് മനഃപ്പാടുള്ളൂ. എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും നോവലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അപൂർവമായിട്ട് ഞാനത് വീണ്ടും എടുത്ത് വായിക്കും. എനിക്കത് വേറൊരാൾ എഴുതിയ പുസ്തകമായിട്ടാണ് തോന്നുക. എൻ്റെ സിനിമ പോലും ഞാൻ കാണുന്നത് വേറൊരാൾ എഴുതിയ സിനിമയായിട്ടാണ്. അതുകൊണ്ട് ആസ്വദിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ തന്നെ എൻ്റെ സിനിമയെ വിമർശിക്കുകയൊക്കെ ചെയ്യും, എന്നോട് തന്നെ. അതായത് പക്ഷെ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളത് സാറിൻ്റെ സിനിമയിലാണ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും
മറ്റേ 1 മുതൽ 0 വരെയുള്ള ആ പാട്ടൊക്കെയാണ് മനസ്സിലുള്ളത്. രാരി രാരരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ, ഇപ്പം മഴവിൽ കാവടി ആവട്ടെ, മറ്റ് മേലെ പറമ്പിലാണ് വീടാവട്ടെ, ഇപ്പോൾ കുഞ്ഞിക്കാതർ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സാണ് ഇങ്ങനെ വരുന്നത്. അപ്പം മറ്റുള്ളവർ ഇങ്ങനെ ഇതുപോലെ പറയുമ്പോൾ ആ ക്യാരക്ടേഴ്സ് അത് നന്നായിരുന്നു, അല്ലെങ്കിൽ അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ റോള് കഴിഞ്ഞു, പിന്നെ ഞാനൊരു കാഴ്ചക്കാരനാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ അവർ പറയുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? അവർ പറയുമ്പോൾ എനിക്ക് ഞാനും അത് ചില കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഈ മഴവിൽക്കാവിടേക്ക് എഴുതുന്ന സമയത്തും താറാവ് എഴുതുന്ന പൊന്മുട്ട തട്ടാൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. താറാവ് എഴുതുമ്പോഴും ഞാനതിൽ എല്ലാത്തിലും വളരെ ഇൻവോൾവ് ആവും. ഞാനതിൻ്റെ എല്ലാ ഇമോഷൻസും എന്നിൽ ഷൂട്ടിംഗ് അടക്കം അതിൻ്റെ കൂടെ കൂടും. ഷൂട്ടിംഗ് അടക്കം കൂടെ നിൽക്കും. പക്ഷേ ഞാൻ എഴുതുന്ന സമയത്ത്, തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ അതിൽ വല്ലാതെ മനസ്സുകൊണ്ട് അങ്ങോട്ട് ആ ലോകത്തേക്ക് പോകും ഞാൻ. അത് ഭയങ്കര സുഖമാണ്. സത്യത്തിൽ എഴുത്തുകാർ അനുഭവിക്കുന്ന ഒരു യാത്രയുണ്ട്. ഈ കഥാപാത്രങ്ങളെ കയ്യും പിടിച്ച് ഇങ്ങനെ അവരെ കൂടെ ഇങ്ങനെ കുഞ്ഞിക്കാതറൊക്കെ എൻ്റെ വലിയ അയാളുടെ കുഞ്ഞിക്കാതറൊക്കെ എൻ്റെ തോളത്തിട്ട് കൈയിട്ട് നടക്കുകയാണ്. അപ്പോൾ അത് അനുഭവിക്കുന്നത് ഇത് നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല, പറഞ്ഞു കൊടുത്താൽ പലർക്കും മനസ്സിലാവില്ല. അത് ഉൾക്കൊള്ളുന്നൊരു സുഖമുണ്ട്, ഒരു നിർവൃതിയാണത്. ഞാൻ ഇപ്പം പൊന്മുട്ട താറാവ് എന്നുള്ള സിനിമയിൽ തട്ടാൻ ഭാസ്കരൻ സ്നേഹിച്ച സ്നേഹലതയെ ഭാസ്കരനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഞാനാണ്, അല്ലേ? അതിൻ്റെ ആ സുഖം നമുക്കേ അറിയുള്ളൂ, ആ സ്നേഹത്തിൻ്റെ അനുഭവം. നമ്മളുടെ അത് ഉൾക്കൊള്ളുന്നൊരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് എഴുത്തുകാരന് മാത്രം കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല അത് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സത്യനന്ദിക്കാരന് പോലും കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ളത്. എഴുതുന്ന സുഖം, അത് ആ അനുഭവം. ഒരു സ്ട്രീമിലൂടെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ഇടവഴികളിലൊക്കെ നടന്നിട്ടില്ലേ? ആ കാലിന് കിട്ടുന്ന തണുപ്പില്ലേ, അതിങ്ങനെ ആസ്വദിച്ച് അതുപോലെ ഒരു വല്ലാത്തൊരു അനുഭവമാണത്. അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി, ഇതൊക്കെ നമ്മൾക്ക് അനുഭവിക്കുന്ന ആൾക്ക് നമ്മൾ അമ്മയെ എന്ന് ഞാൻ കെട്ടിപ്പിടിച്ചൊന്ന് എഴുതുമ്പം കിട്ടുന്നതല്ലല്ലോ. ആ സുഖം, ആ ആനന്ദം, അത് അനുഭവിക്കല്ലേ. അപ്പോൾ ഈ തിരക്കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഏതോ എഴുത്തുകാരൻ്റെയും ഒരു ഭാഗ്യം, മഹാഭാഗ്യം എന്ന് പറയാം. അതിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും സമസ്ത വികാരങ്ങളും ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതിൽ അയാൾ അച്ഛനാവുന്നുണ്ട്, അമ്മയാവുന്നുണ്ട്, ഏട്ടനാവുന്നുണ്ട്, സാധാരണ ജീവിതത്തിൽ അതാവുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ, ഇതെല്ലാം പിഴിഞ്ഞെടുത്ത നീരിലൂടെയാണ് ഇയാൾ യാത്രയാവുന്നത്. അപ്പം ഞാൻ ഓരോ തിരക്കഥ എഴുതി കഴിയുമ്പോൾ, ഓരോ പുസ്തകമോ അല്ലെങ്കിൽ കഥയോ നോവലോ എഴുതി കഴിയുമ്പോഴും ഞാൻ അനുഭവിക്കുന്നൊരു അസാധാരണമായൊരു ആനന്ദമുണ്ട്. അനുഭവിക്കുന്നത് ഒരു പരമാനന്ദ ഭാവം തന്നെയാണ്. എന്ത് വേദനയും, അതിലെ വേദനയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രൊജക്ഷനും എന്നിലുണ്ടാവും. എഴുതുന്ന സമയത്ത് ഞാൻ കരയാറുണ്ട്, ഞാൻ ചിരിക്കാറുണ്ട്, ഞാൻ തന്നെ അന്തം വിട്ട് നോക്കിയതുണ്ട് ഇയാളെന്തേ പറയുന്നതെന്നൊക്കെ, ഇതെങ്ങനെ കിട്ടി എന്നൊക്കെ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഒരേ സമയം ഈ കുഞ്ഞിക്കാതർ ചില ഡയലോഗ് അല്ലെങ്കിൽ ഇതിൽ തന്നെ ചില കഥാപാത്രങ്ങളുടെ സംഭാഷണം കേൾക്കുമ്പോൾ ഇതെങ്ങനെ ഇയാൾ പറഞ്ഞു എന്നൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് ഇത് പോവോ, വണ്ടി പോവോ? ഇല്ല, അത് അവിടേക്ക് കാറ് പോവില്ല എന്ന് പറയുന്നുണ്ട്. അവിടേക്ക് സ്വർഗത്തിൽ പോയി പറയുമ്പോൾ അവിടേക്ക് കാറ് പോയില്ല. അതുപോലെ ഈ ഒരു കട്ടിലൊരു മുറിയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എഴുതുന്നത് വലിയൊരു ആനന്ദമാണ്, ഭാഗ്യമാണ് വാസ്തവത്തിൽ. ഇപ്പോൾ ആ കാലത്തെ എഴുത്ത്, ഈ കാലത്തെ എഴുത്ത്, ഇപ്പോൾ 2 കാലഘട്ടങ്ങളിലെ എഴുത്താണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചിലപ്പം ഞാൻ പറയുന്നത് ആ കാലത്ത് ചിലപ്പം ഇങ്ങനൊരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ഷൂട്ട് തുടങ്ങും, ഷൂട്ടിംഗ് സെറ്റിൽ എഴുതുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു പക്ഷേ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ മിക്ക സിനിമകളുടെയും തിരക്കഥ പൂർത്തിയായതിനു ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഷൂട്ടിംഗ് സമയത്ത് ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനൊന്നും ഉണ്ടാവേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. അത് തന്നെ കംപ്ലീറ്റ് ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെറ്റായി വെക്കാറുണ്ട്. സെറ്റാവുന്നതാണ് നല്ലത്. പ്രൊഡക്ഷൻ സൈഡിലും നല്ലത് അതാണ്. പിന്നെ എനിക്ക് പലപ്പോഴും അത് തീർത്ത് കൊടുക്കാനാണ് തോന്നാറ്. വെറുതെ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ട് തീർക്കാൻ തോന്നാറില്ല. ഈ സ്ക്രിപ്റ്റ് ഞാൻ തീർത്ത് കഴിഞ്ഞ് ഷാനവാസിന് കൊടുത്ത ശേഷമാണ് ഷാനവാസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഷൂട്ടിങ്ങിനിടയിലും ഷൂട്ടിങ്ങിന് ഇടയ്ക്കൊക്കെ ഞാൻ അത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് എളുപ്പമാണ്, നമുക്ക് വലിയ പ്രശ്നം. അല്ല, എന്തെങ്കിലും ചില മാറ്റങ്ങളൊക്കെ ചില സീക്വൻസിലൊക്കെ വന്നു എന്ന് വരും. പക്ഷേ അത് അപ്പോൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തില്ലല്ലോ, അപ്പോൾ അത്രയും നല്ലതല്ലേ.
അങ്ങനെ ഞാൻ കുട്ടിച്ചാത്തല്ലൂർ ചെയ്തിട്ടുണ്ട്, സീനൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇഷ്ടംപോലെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞിക്കാദർ അല്ലെങ്കിൽ പറവൂർ ഭരതൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ ഇന്നസെൻറ്റ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്. ഇപ്പം കടിഞ്ഞൂൽ കല്യാണത്തിലെ മറ്റേ ജഗദീഷിൻ്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ മറ്റേ എന്നും നന്മകളിലെ കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നൊരു ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഇതിപ്പം ജഗദീഷിനെ പോലുള്ളൊരു പോസ്റ്റ്മാൻ വന്നിട്ട് ഇന്ന് കത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും നിരീക്ഷണം ഈ ക്യാരക്ടേഴ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ്? ഇപ്പം ഈ സിനിമയിൽ ജഗദീഷ് ഇങ്ങനെ വരുന്നു, കത്ത് ഇല്ല എന്ന് പറയുന്നു, അത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചിരി വരാറുണ്ടോ സാറിന്? എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നർമ്മങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കത് അനുഭവിക്കാൻ പറ്റിയതെങ്കിൽ എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ആൾക്കാരിൽ നിന്നും കിട്ടുന്ന ഓരോ വാക്കുകളും ഓരോ അവരുടെ മനോവ്യാപാരങ്ങളൊക്കെ ഞാനും മീറ്റ് ചെയ്യുമ്പോൾ നേടുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇവരെയൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച നിരീക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, നമ്മൾ സാധാരണ പറയുന്ന രീതിയിലല്ല, അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ എനിക്ക് എന്തോ ഇതിനകത്തൊരു നർമ്മം ഫീൽ ചെയ്യും എനിക്ക്. അതുപോലെ ഒരു പോസ്റ്റ്മാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ പോസ്റ്റ്മാനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അയാൾ പ്രണയം പറയാൻ, അയാൾക്ക് ഈ പെൺകുട്ടികളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടും അയാൾക്ക് പോസ്റ്റ്മാൻ ആയതുകൊണ്ടും കത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും അയാൾക്ക് വരാമല്ലോ വീട്ടിലേക്ക്. ഞാൻ അങ്ങനെയൊക്കെ അത് സാധ്യതയാണല്ലോ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് എങ്ങനെയൊക്കെയുള്ള ഒരുപാട്. അത് ആ പോസ്റ്റ്മാൻ ഒറിജിനൽ പോസ്റ്റ്മാനായിട്ട് അനുഭവം ഉണ്ടെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചിന്തിക്കാം, നമ്മളൊന്ന് വെറുതെ എന്താണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അതിനൊന്ന് ലേശം ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേറൊരു ലെവലാണ്. നർമ്മം ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം ഞാൻ ട്രെയിനിൽ വരികയാണ്. ട്രെയിനിൽ വന്നിട്ട് ഗ്ലാസ്സുകൾ നോക്കുമ്പോൾ വണ്ടി മുന്നോട്ട് ഓടുകയല്ലേ. അപ്പോൾ എനിക്കത് എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദേഴ്സിനൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതി ജസ്റ്റ് ഒരു 20 സെക്കൻഡ് ആ ഷോട്ട് എടുത്തിട്ട് ഞാൻ എഴുതി, ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു, മരങ്ങളൊക്കെ കോഴിക്കോട്ടേക്കും പോകുന്നു. അതാണ്. അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബ്രദേഴ്സിൽ നിന്നൊക്കെ കിട്ടിയ റിയാക്ഷൻസ് ഉണ്ട്, നല്ല റിയാക്ഷനാണ് അപ്പം പെട്ടെന്ന് കിട്ടുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ ബ്രദേഴ്സിനിടയിൽ മാത്രം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഇതുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വീട് വിട്ട് പോകുമ്പോഴൊക്കെ അറിയിക്കും. എല്ലാവരും ഓരോ സ്ഥലത്താണ്, പക്ഷെ ഒരു രസമാണ്. അപ്പം ഞാനിന്ന് പോകുന്നു എന്നല്ല എഴുതി, ഞാൻ ഇതെടുത്തിട്ട് ഈ വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ അതിനെല്ലാവരും റിയാക്ട് ചെയ്യുന്നത് പെട്ടെന്നാണത്. എന്തെങ്കിലും ഒന്ന് ഇത്രയും ഡിഫറെൻ്റായിട്ട് നമ്മൾ ഇപ്പം അച്ഛാന്ന് വിളിക്കുന്ന അച്ഛാന്ന് വിളിക്കുകയാണ്, നമ്മൾ അച്ഛാന്ന് വിളിക്കില്ലേ, അത് ലേശം അച്ഛാന്ന് വിളിച്ചു നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും അച്ഛനെ ഭയങ്കര പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ഇല്ലേ? എന്തോ അതിന് പറ്റുന്ന ആളായിരിക്കണം. പക്ഷെ എല്ലാ മനുഷ്യരിലും നർമ്മം ഉണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ അതെടുത്തിട്ട് ഈ സാധനം എടുത്തിട്ട് യാത്ര ചെയ്യുന്ന ഫേസ്ബുക്കിലിട്ടു എൻ്റെ ഇതിൽ. അപ്പോഴേക്കും എനിക്ക് തുരുതുരാ മറുപടികൾ വരാൻ തുടങ്ങി. അതൊരു രസമല്ലേ? ഇങ്ങനെ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. പ്രായം നമ്മുടെ ഒരു വകുപ്പേ അല്ല. നമ്മൾ ഇപ്പോഴും ജനിച്ചത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഷെർലക് ഹോംസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ നല്ല രസമല്ലേ അത്? ഇപ്പോൾ ഇതുപോലെ ഈ നർമ്മമുള്ള ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഇപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവായാലും ഏത് സിനിമയിൽ മേലെ പറമ്പിൽ ആൺവീടായാലൊക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ സിനിമയിലേക്ക് കൊടുത്തു എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും? ഞാൻ കണ്ണൂർ താമസിക്കുന്ന സമയത്ത് കണ്ണൂർ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. താമസിച്ചല്ല, ഞാൻ കണ്ണൂരുള്ള ഒരു നിർമ്മൽ എന്ന് പറയും, മിനർവ സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ നിർമ്മൽ ഇസ് എ ഫോട്ടോഗ്രാഫർ ആക്ച്വലി. അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത് ആത്മസുഹൃത്താണ്. ഇപ്പം ഇല്ല, അദ്ദേഹം അടുത്തും പോയി. അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ നിർമ്മാതാവ്. പ്രൊഡക്ഷൻ, എൻ്റെ ഫസ്റ്റ് സിനിമ നസീമ അദ്ദേഹമാണ്. അതിന് മുൻപ് അദ്ദേഹം ഒരു പടം എടുത്തിരുന്നു. അതിന് 2 വർഷം 3 വർഷം മുൻപ്. ഞാനന്ന് കോളേജിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ആ പടം മലയാളത്തിലെ 3ാമത്തെ സിനിമാസ്കോപ്പ് സിനിമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് അത് ഇറങ്ങാൻ പറ്റില്ല, കാരണം അതിൻ്റെ എന്തൊക്കെയോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന തിരക്കഥ. പക്ഷെ ആദ്യമായിട്ട് എഴുതുന്ന കമേഴ്സ്യൽ തിരക്കഥ. സിനിമ
ഈ ലോകമുണ്ടല്ലോ, ആ ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യം എഴുതുന്ന തിരക്കഥ. പക്ഷെ അതിന് മുൻപ് എഴുതിയ, കോളേജിൽ പഠിക്കുമ്പോഴേ ഞാനൊരു തിരക്കഥ എഴുതിയിരുന്നു. അത് ഞാൻ സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മിക്കാൻ വേണ്ടി എഴുതിയ തിരക്കഥയാണ്. കുറച്ച് ഫിനാൻസൊക്കെ വാങ്ങിയിട്ട് ഇന്നത്തെ ഫിലിം NFDC ഇല്ലേ, NFDCക്ക് മുൻപ് വന്നൊരു കോർപ്പറേഷൻ ഉണ്ട്, ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ. അവർക്ക് സബ്മിറ്റ് ചെയ്യാനും കുറച്ച് ഫണ്ട് വാങ്ങിയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയ തിരക്കഥയാണ് എൻ്റെ ആദ്യത്തെ തിരക്കഥ. അതിൻ്റെ പേര് ചുഴലിക്കാറ്റ് എന്നായിരുന്നു, സൈക്ലോൺ എന്നായിരുന്നു. അത് ഇംഗ്ലീഷാണ് ടൈറ്റിൽ ഇട്ടത്, സൈക്ലോൺ. ഒരു മാഷുടെയും ഒരു ഗ്രാമത്തിൻ്റെയും കഥയായിരുന്നു. ആ കഥ പിന്നീട് അത് എനിക്ക് സിനിമയാക്കാൻ പറ്റിയില്ല, കാരണം എവിടെ എത്തിയില്ല, അതുവരേക്കുള്ള ഗോളടിക്കാൻ പറ്റിയില്ല. ആ കഥ ഞാൻ ഒരു നോവലറ്റാക്കി. ആ നോവലറ്റ് പബ്ലിഷ് ചെയ്ത് വന്നു കലാകൗമുദിയിൽ. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരുടെ കുറേ കമൻസും നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ 25 കൊല്ലത്തിന് ശേഷം അത് വീണ്ടും എൻ്റെ അടുത്തൊരു കമൽ ഡയറക്ടറെ ഒരു സിനിമയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു, കമൽ ഈ കഥ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആ കഥ തിരക്കഥ എഴുതി. ആദ്യം തിരക്കഥ, നോവലറ്റ്, പിന്നെ വീണ്ടും തിരക്കഥ. അതാണ് മധുരം നൊമ്പരക്കാറ്റ്. ഏതാണ്ട് 25 വർഷത്തിന് ശേഷമാണ് ആ സിനിമ വരുന്നത്. അപ്പോൾ ഏത് സിനിമയുടെ ആരംഭം എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പുള്ള ഒരു യജ്ഞമായിരിക്കും. രണ്ടാമത്തെ സിനിമയാണ്, തിരക്കഥയാണ് ഞാൻ ഈ നിർമ്മലിന് വേണ്ടി എഴുതിയ ഒരു കഥ. അതിന് നായകൻ നെടുമുടി വേണുവായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല, അവർക്ക് ചില പ്രശ്നം. രണ്ടാമത് അയാൾക്ക് അടുത്തൊരു പടം ചെയ്യണം നിർബന്ധം കൊണ്ടാണ് നസീമ എന്ന് പറയുന്ന 2 വർഷത്തിന് ശേഷം വന്നത്. ഈ നസീമ സമയത്ത് മലയാളത്തിലെ ഒരു നടി, അന്ന് ഒരു ആക്ട്രസ്, നല്ല ഫേമസ് ആക്ടർ, നല്ലൊരു അവരുടെ നല്ല റിലേഷൻഷിപ്പാണ്. അവർ കണ്ണൂരുണ്ടായിരുന്നു. അവർ നിർമ്മലിൻ്റെ ഒരു സുഹൃത്തുമാണ്. അപ്പോൾ ഒരു തവണ അവർക്ക് അന്ന് ഒരു കമ്മൽ വാങ്ങിയിട്ട് ആ കമ്മൽ കാതിലിട്ടപ്പോൾ ട്വിസ്റ്റായിപ്പോയി. അത് നീര് വന്ന് ഇത് വീർത്തു വന്നു. അപ്പോൾ ഇവരെ ഡോക്ടറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനും നിർമ്മലും കൂടിയാണ് ചെല്ലുന്നത്. അപ്പം ഞാൻ നിർമ്മലിനോട് ചോദിച്ചു, ഈ കമ്മൽ കുടുങ്ങിയതല്ലേ, കമ്മൽ കുടുങ്ങിയിട്ട് ട്വിസ്റ്റായിട്ട് നീര് വന്നതാണ്, ഇതിന് ഡോക്ടറാണോ വേണ്ടത് തട്ടാനാണോ വേണ്ടത്? അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ എത്തിയപ്പോൾ ഡോക്ടർ അതിലും വലിയ രസീകരം. ഡോക്ടർ മൊത്തം തൊട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, തട്ടനെ കണ്ടാൽ മതി. അയാൾ അവിടുന്ന് തട്ടാനെ വിളിച്ചു. ആ തട്ടാൻ വന്നിട്ട് ആ കമ്മൽ അഴിച്ചെടുത്തു. നിങ്ങൾ ആലോചിച്ചോ, അതൊരു നല്ല സംഗതിയല്ലേ? ഈ തട്ടാനെ ഈ ഡോക്ടറും എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. അസാധ്യ സംഭവമാണ് ഇത്. ഡോക്ടറെ അടുത്ത് പോവുകയും ഡോക്ടർ തട്ടാനെ വിളിക്കുകയും തട്ടാൻ പെട്ടിയും തൂക്കി വരികയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ആലോചിച്ച് നോക്കും. ഇതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നിർമ്മല ഇപ്പോഴും ഇല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും, തട്ടനെ കാണണോ ഡോക്ടറെ കാണണോ എന്ന് ചോദിക്കും. എപ്പോഴും എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും വിഷമം വന്നാൽ, എന്തെങ്കിലും ഒരു പനിയൊക്കെ വരികയാണെങ്കിൽ തട്ടാനാണോ ഡോക്ടറാണോ വേണ്ടതെന്ന് ചോദിക്കും. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര്. അതാണ് പൊന്മുട്ട ഇടുന്ന. അതൊക്കെ നമ്മൾ ആ പൊന്മുട്ട തട്ടാനിലും നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ കമ്മൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഷാജിയുടെ ക്യാരക്ടർ, ടീച്ചറുടെ ക്യാരക്ടർ, ആ കഥ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ അവൾ ഈ കമ്മൽ ഊരി വിൽക്കണം, വിറ്റിട്ട് വേണം പൈസ വീട്ടിലേക്ക് അയക്കാൻ. അപ്പോൾ അവൾ അതിന് പറയുന്നത്, ഇത് ഇട്ടപ്പോൾ നീര് വന്നു ഇതാക്കി, എന്നിട്ട് അവനാണ് അഴിച്ചു കൊടുക്കുന്നത്. അഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചോദിക്കുന്നത്. അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത്, ഇതിനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ആ സീൻ അത്. അപ്പോഴും ഞാൻ ആ എലമെൻ്റ് അതിലിട്ടിട്ടുണ്ട്. അത് റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ് ശരിക്കും. എൻ്റെ സുഹൃത്തിൻ്റെ പിന്നെ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ ആക്ട്രസും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ. നല്ല അതുപോലെ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ കാലത്ത് തേപ്പുകാരി എന്നുള്ളൊരു പരാമർശം ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ ശരികേടുകൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അതായത് മലയാള സിനിമയിലെ ഒരു കാലത്തെ ആദ്യത്തെ തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉർവശിയെ എനിക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് എല്ലാവരും ഈ പ്രണയം എന്ന് പറയുന്നത് പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂലല്ലേ കാണുന്നത്. അതുകൊണ്ടാണ് തേപ്പുകാരിയാവുന്നത്. എത്ര തേപ്പുകാരന്മാരുണ്ട്? അതാണ് എൻ്റെ വാസ്തവം. അത് നമ്മുടെ ഒരു പുരുഷ ഡോമിനേഷനാണ് വാസ്തവത്തിൽ. പുരുഷൻ ആധിപത്യം എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ആ ചിന്തയൊക്കെ വരുന്നത്, തേപ്പുകാരി എന്നൊക്കെ പറയുന്നത്.
എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ പറയുമോ, പുരുഷൻ തേപ്പുകാരൻ എന്ന് പറയുമോ, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്ത്രീകൾ ചിന്തിച്ചൊന്നും വരില്ല. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയായിരിക്കാം. എന്തുകൊണ്ടൊരു പ്രണയം വേണ്ടാന്ന് വെക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു അറിയാം. പിന്നെ ഇതിൽ ഈ കഥയുടെ പൊന്മുള താറാവിലെ കഥയിലെ പ്രണയത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവളെ ചതിക്കുന്നത് തട്ടാൻ തന്നെയല്ലേ. ശ്രീനിവാസൻ തന്നെ അവനെ ശരിക്കും പറഞ്ഞത് കൊടുക്കുന്നില്ലല്ലോ. അവൻ ഭംഗിയായിട്ട് അവളെ കൺവിൻസ് ചെയ്യിക്കും. അവളെ സ്നേഹം കൊണ്ട് അവൻ ചെയ്യുന്നതാണ് അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. കൃഷ്ണൻകുട്ടി നായർ ഇറങ്ങി വരുന്നത്. അതെ അത് സ്നേഹം കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. അപ്പം രണ്ടുപേർക്കും അവൻ്റെ ഭാഗത്ത് ന്യായീകരണമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ വെയിറ്റ് ചെയ്യുന്നു, ആ സമയം നോക്കി അത് തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് അവന് ഇവിടെ ശരിക്കും ചതിച്ചത് അവളല്ല വാസ്തവത്തിൽ, ഇവളുടെ അച്ഛനാണ്. ആ തട്ടാൻ അങ്ങനെ. അതുപോലെ ഈ സിനിമകളൊക്കെ നോക്കുമ്പോൾ, സാറ് എഴുതിയ സിനിമകളൊക്കെ നോക്കുമ്പോൾ ആ ഫ്രെയിമിൽ ഒരുപാട് നടന്മാർ, അതായത് മൺമറിഞ്ഞു പോയവരും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക രസിപ്പിച്ച നടന്മാരൊക്കെ ഈ ഫ്രെയിമിലുണ്ടായിരുന്നു. ഈ പൊന്മുട്ടയിടുന്ന താറാവായാലും ലാസ്റ്റ് ഓട്ടത്തിലായാലും മറ്റു സിനിമകളൊക്കെ ആകുകയാണെങ്കിലൊക്കെ അങ്ങനെ ഒരു വലിയൊരു ഫ്രെയിമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പം പറവൂർ ഭരതനെ പോലത്തെ ഒരു ക്യാരക്ടർ, മാമുക്കോയെ പോലെ ഒരു ക്യാരക്ടർ, ഇന്നസെൻറ്റ്, ഇതൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്തെങ്ങാനും ഈ സിനിമകൾ കാണുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? അയ്യോ, ഭയങ്കര സങ്കടമാണ്. ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള. അതെ വല്ലാത്തൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടായിരുന്നു അന്ന് ആ സിനിമയൊക്കെ. ഇവരിലൂടെ പുറത്തു വരുന്ന എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമാണത്. അത്രയും നടന്മാരൊക്കെ, അങ്ങനത്തെ നടന്മാരൊക്കെ എൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരിക എന്ന് പറയുന്നത് എൻ്റെ കഴിവല്ല. അവർ വരുന്നതോടുകൂടി ആ ക്യാരക്ടറൊക്കെ വേറെ ലൈഫിൽ ഒക്കെ ചിറകൊക്കെ വെക്കുകയാണ്, അവർക്ക് വെളിച്ചം കിട്ടുകയാണ്. ഞാൻ അവർക്ക് പകരം ആരെയും കാണുന്നില്ല. ഇപ്പോഴും ഞാനൊക്കെ ഉൾമനസ്സിൽ അനുഭവിക്കുന്നൊരു വിഷമം, എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ശങ്കരാടി, നെടുമുടി വേണുവും ഒടുവിൽ ഉണ്ണികൃഷ്ണനും എല്ലാവരും വരും. അവരെയാണ് ആദ്യം ഞാൻ കാണുന്നത്. അവരെ വരും, അവർ നമ്മുടെ അടുത്തേക്ക് വരും. ഞാൻ തമാശ പറയുന്ന അല്ല, വാസ്തവത്തിൽ ഞാൻ ചില കഥയൊക്കെ എഴുതുമ്പോഴേ, മഴവിൽക്കവിടെയൊക്കെ എഴുതുന്ന സമയത്തും അതുപോലെ പല കഥകൾ എഴുതുമ്പോഴും എനിക്ക് തോന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ അവിടെ തലക്ക് കൈയും കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെന്താ വിളിക്കാന്നുള്ള അങ്ങനെയാണ്. എനിക്ക് ഒടുവിലിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കഥാപാത്രം വരിക എന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ആ സിനിമയ്ക്ക് എഴുതുമ്പോൾ അവരൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് എനിക്ക്. ശങ്കരാടിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത പ്രതിഭകളാണ് അവരൊക്കെ, ഒരു മഹാഭാഗ്യമാണത് എനിക്ക്. ഞാൻ പ്രേംനസീർ കാലം മുതലുള്ള അനുഭവിച്ചിട്ടുണ്ട്. പ്രേംനസീർ മുതൽ ഞാൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സ്ഥിരശീലയിൽ കണ്ട നടന്മാരാണ് കൊട്ടാരക്കര നായരും പ്രേംനസീറും സത്യനും ഇതൊക്കെ. പക്ഷേ സത്യൻ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പ്രേംനസീറും കൊട്ടാരക്കരയും ബഹദൂറൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മീന, അടൂർ ഭവാനി, പലരും അങ്ങനെ, എന്താ പറയുക, ഫിലോമിന. പക്ഷെ അവർക്കൊന്നും അതേപോലത്തെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവാൻ തന്നെ സാധിക്കുന്നില്ല ഇപ്പോഴും. ഭയങ്കര ഭാഗ്യമാണ് അന്നത്തെ ആ ജനറേഷൻ. ഇപ്പം കിട്ടുന്നത്, എനിക്കിപ്പം പുതിയ ആൾക്കാരെ കിട്ടുന്നു. എനിക്ക് മഴവിൽക്കാവിടെ ഒന്നും ഇവരില്ലാതെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈവൻ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു കഥ എനിക്ക് എഴുതാൻ അവരില്ലാതെ സാധിക്കുമെന്ന് വെച്ചാൽ എനിക്ക് വലിയ വിഷമമായിരിക്കും. മനസ്സിൽ വരും, രസ വേറെ കൂടെ കുറയ്ക്കുകയാണ്. അതുപോലെ ഇപ്പം ഈ ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് സാർ എഴുതുന്ന സമയത്ത് ഇയാളായിരുന്നെങ്കിൽ, അവരായിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്? ചില ക്യാരക്ടേഴ്സ് തോന്നിയിട്ടുണ്ട്. അവർ പകരം വേറെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഷാനവാസ് വേറെ കണ്ടെത്തി. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. അങ്ങ് തോന്നും നമ്മൾ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷേ അവരില്ലല്ലോ. അതെ, അവരില്ലാത്തത് കൊണ്ട് നമ്മൾ, അവരുണ്ടായതെങ്കിൽ പ്രായം നോക്കാതെ ചിലപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കാൻ വരും ചില കഥാപാത്രം. എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, മാമുക്കോയെ ഞാൻ അവസാനം കാണുന്ന ഒരു കല്യാണത്തിന് വെച്ചിട്ടാണ്. അപ്പോൾ കാറിൻ്റെ അകത്താണ് അദ്ദേഹം, കയ്യും പിടിച്ച് പുറത്ത് നിൽക്കുന്ന എൻ്റെ കയ്യും പിടിച്ച് ഉള്ളിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അഭിനയിക്കുന്ന കാര്യം, ഏതെങ്കിലും പടമൊക്കെ, പുതിയ പടങ്ങൾ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അവിടെ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നായകനാക്കിക്കൊണ്ടൊരു ഫൺ ഫിലിം ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു.
അത് ആ കഥ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ചുമ്മാ. അയ്യോ അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ കയ്യിൽ ആ പിടിച്ച കയ്യിൻ്റെ ചൂട് എനിക്കിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ വലത്തെ കൈയും പിടിച്ചിട്ടാണ് നിന്ന്. അത് സാധിച്ചില്ല. അതൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്നത്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ ചിന്ത വരും, എപ്പോഴും വരും. നമ്മളില്ലാന്ന് പറയുന്നത് തെറ്റാണ്, ഉണ്ട്, എൻ്റെ മനസ്സിലെപ്പോഴും വരും. ഈ കഥാപാത്രങ്ങളെ ഇപ്പം ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സംവിധായകനോട് ഇങ്ങനെ ഇത് ഇയാളായിരുന്നെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, മിക്കപ്പോഴും പറയാറുണ്ട്. അങ്ങനെ സജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും അനുഭവങ്ങൾ? ഈ പൊന്മുട്ടൻ താറാവിൽ ശ്രീനിവാസനെ സജസ്റ്റ് ചെയ്ത്, ശ്രീനിവാസനാണെങ്കിലും മാത്രം ഈ കഥ എടുത്താൽ മതി എന്ന് ഞാൻ സച്ചിനോട് പറയുന്നുണ്ട്. ഈ കഥ ഞാൻ തരുന്നത് ശ്രീനിവാസനാണെങ്കിലും മാത്രം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയിട്ട് എനിക്ക് ആ കഥാപാത്രം ശ്രീനിവാസൻ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് സത്യൻ എന്നോട് ആ കഥയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. പിറവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാഞ്ഞങ്ങാടാണ്. സത്യൻ വന്നു, സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരാം, പക്ഷേ ശ്രീനിവാസൻ ചെയ്യണം. സത്യൻ അഗ്രി ചെയ്തു. അങ്ങനെയാണ് ഞാൻ ശ്രീനിവാസന് അത് കൊടുക്കുന്നത്. സത്യന് ഞാനായിട്ട് നല്ലൊരു റാപ്പോർട്ടുണ്ട്. ഒരുപാട് സത്യൻ നർമ്മം വളരെ പറയുമ്പോഴും ട്രാൻസ്പെറൻ്റായിട്ട് സംസാരിക്കാം ഞാൻ നിങ്ങൾക്ക്. അത് സിബിയോടുണ്ട്, സേനനോടൊക്കെ ഉണ്ട്. സത്യൻ്റെത് വേറെ രീതിയിലാണെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ പിറവിയെക്കുറിച്ച് പറഞ്ഞു. അതായത് ഇത്രയും രസകരമായ കോമഡി കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ പിറവിയിലെ പ്രേംജി നിൽക്കുന്ന ആ ഒരു ഇതുണ്ട്, ഈശ്വര വാര്യർ, ആ ഒരു റെഫറൻസ്. അതുപോലെ സ്വം പോലുള്ള സിനിമകൾ, വാനപ്രസ്ഥം പോലുള്ള സിനിമകൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. മഴവിൽ കാവടി എന്നും മേലെ പറമ്പിൽ ആൺവീടെന്നും പൊന്മുട്ടയിടുന്ന താറാവെന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ അതിൽ നേരത്തെ സാർ കലാകൗമുദീൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഈ ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് ഒരേ പിറവി എഴുതാനുള്ള മെയിൻ കാരണം ഷാജി എൻ്റെ 1 മുതൽ 0 വരെയുള്ള സിനിമാറ്റോഗ്രാഫറായിരുന്നു. അപ്പോൾ ഷാജി സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ വന്നത് എന്നെ വളരെ സന്തോഷിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അവനോടൊരു അദ്ദേഹത്തോടൊരു കടപ്പാട് ഉള്ളിൽ ജനിച്ചു വാസ്തവത്തിൽ. അപ്പോൾ ഷാജി എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സമയത്താണ് പിറവിയുടെ കാര്യം പറയുന്നത്. അത് പിറവി പറഞ്ഞുകൊണ്ട് ഷാജി പറയുന്നത് NFDCക്ക് ഒരു പടം ഫണ്ടിൽ ഒരു പടം ചെയ്യുന്നുണ്ട്, രഘു എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതരുമോ എന്ന് ചോദിക്കും. പക്ഷേ ഷാജി ബേസിക്കലായിട്ട് നേരത്തെ ഇതിൻ്റെ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ട്. അപ്രൂവൽ വാങ്ങുമ്പോൾ എന്തായാലും ഒരു തിരക്കഥയുടെ ഒരു ഫോർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കാം ചിലപ്പോൾ. പിന്നീടാണ് ഷാജി എന്നോട് പറയുന്നത് സമയമായി മാർച്ചിൽ അങ്ങനെ ഷൂട്ടിംഗ് എന്തോ പ്ലാൻ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ വേറൊരു പ്രോജക്റ്റ് വേണ്ട എന്ന് വെച്ചിട്ട്, LV പ്രസാദിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ LV പ്രസാദിൻ്റെ മുമ്പിലിരിക്കുമ്പോഴാണ് ഷാജിത്തെ ഫൈനൽ കോൾ വരുന്നത്, എനിക്കൊന്ന് എഴുത്തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഷാജിയോട് നേരത്തെ കമ്മിറ്റ് ചെയ്തതാണ് അത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഷാജീൻ്റെ വർക്കിന് പോട്ടെ, പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് വരാം. കാരണം ആ പ്രോജക്റ്റ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുന്നതും. ഷാജി എൻ്റെ അടുത്ത് ഈ കഥ 1 ലൈൻ പറയുന്നു, 1 ലൈൻ അല്ല, ഒരു ഐഡിയ പറയും. പക്ഷേ ഷാജിന് ഞാനത് അവിടുന്ന് 15 ദിവസം കൊണ്ടാണ് ഞാനത് എഴുതി കൊടുക്കുന്നത്. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണല്ലോ. അത് പിന്നെ ആ കഥ സംഭവം എന്താണെന്നും ആ ഇൻസിഡൻറ്റ് എങ്ങനെ ഷാജിയിലേക്ക് വന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതാൻ സാധിച്ചു എനിക്ക്. കാരണം ഞാൻ ആ ഷിഫ്റ്റ് അത് സാധിച്ചു, അങ്ങനെയുള്ളൂ. അത് എന്നെ മിസ്സായ എൻ്റെ അച്ഛൻ എന്നെ അന്വേഷിക്കുന്ന ആ ഫീലിൽ വന്നു. ഭയങ്കര പെയിൻഫുള്ളായിരുന്നു എഴുതുക എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ ഇങ്ങനെ പിടക്കും നമ്മൾക്ക് അതിൽ. അത് അവിടെ നർമ്മമൊന്നുമല്ല വാസ്തവത്തിൽ. പക്ഷേ എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ചില ഡയലോഗൊക്കെ നർമ്മത്തിൽ കാണാം നമ്മൾക്ക്. അതിലൊരു വലിയ ഒരു സംഭവമൊക്കെ ഉണ്ട്, വളരെ പെയിൻഫുള്ളാണ്. ഇയാൾ IG-ൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് IG അദ്ദേഹത്തോട് ഞങ്ങൾ പിടിച്ചിട്ടില്ല, മകനെ ഞങ്ങൾ പിടിച്ചിട്ടില്ല എന്നും ഞങ്ങളെന്നോ വിട്ടു എന്നും ഒഴിവാക്കിയെന്നും അവൻ സുഖമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ട് അദ്ദേഹത്തോട് പറയേണ്ടത് നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ പെയിൻഫുള്ളായിട്ടുള്ള ഇതാണെങ്കിലും ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ധ്വനി എന്ന് പറയുന്നത് എൻ്റെ വാക്കിലൂടെ പറയണമെങ്കിൽ അത് അദ്ദേഹത്തിന് ശരിക്കും പരിഹസിച്ച് അങ്ങേയറ്റത്തെ ഒരു നർമ്മത്തോടാണ് ജീവിതം. അയാൾ ദൈവം താങ്കളെ രക്ഷിക്കുന്ന നന്മ പറയുമ്പോഴേ അദ്ദേഹം അന്തം വിട്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ട്രൂത്ത് എന്താണെന്നുള്ളത്. അപ്പം അത് നമ്മളെ ഉള്ളിൽ ഇപ്പം ഏറ്റവും വലിയ വേദനയും നമുക്ക് നർമ്മത്തിൽ തന്നെ അവതരിപ്പിക്കാം. പക്ഷേ പ്രേംജി അത് ഇന്നസെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം, അച്ഛൻ കഥാപാത്രം പറയുന്നത് അനുഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്.
പക്ഷേ പ്രേക്ഷകനോ അല്ലെങ്കിൽ അത് വേറെ ആംഗിളിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രേക്ഷകന് അതിന് എല്ലാ ഡയമെൻഷനിലേക്കും പോകാൻ പറ്റും. പ്രേക്ഷകൻ ഈ എല്ലാ ഡയമെൻഷനും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് ഉണ്ട്. അത് ആരെങ്കിലും കാണും. ഇപ്പം ഒരു പിറവി റിലീസ് ഒരു തിയേറ്ററിൽ കാണുമ്പോൾ അവിടെ 10 ആളുണ്ടെങ്കിൽ 10 പിറവിയാണത്. 100 പിറവി. അതെ, അത് ആരെങ്കിലും കാണുമ്പം വരും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സിനിമകളൊക്കെ ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൽ പോലും അത് വരാനുള്ള കാരണം അതായിരിക്കും. അതെ അതെ, അതെങ്ങനെ സാധിക്കുന്നു ചോദിച്ചാൽ എനിക്കറിയാം. ആ ഷിഫ്റ്റ് എനിക്കറിയില്ല. അത് എങ്ങനെ അത് വരുമായിരിക്കും, എനിക്ക് അറിയില്ല. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ പെർസ്പെക്റ്റീവ് അങ്ങനെയായിരിക്കാം. എൻ്റെ പെർസ്പെക്റ്റീവ് ഒരു പോയിന്റിലേക്ക് മാത്രമുള്ളതല്ല. ഞാൻ ഒരുപാട് ഡയമെൻഷനിൽ ഇത് കാണുന്നുണ്ട്. ജീവിതം കാണുന്നത് അങ്ങനെയാണ്. എൻ്റേതായൊരു ലോകമുണ്ട് എനിക്ക്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ ലോകമുണ്ട്. ഏത് കുട്ടിക്ക് മുതൽ ഏത് ആൾക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആ ലോകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ റിയാലിറ്റിനെ വേറെ വിധത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ സമയങ്ങളിലും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമമുണ്ടെങ്കിലും വിഷമമില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും വലിയ വിഷമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ദുരന്തങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ നർമ്മം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ ചോദിക്കുന്നത്, ഓരോ തമാശകളൊക്കെ ചോദിക്കുന്നത്. അതുപോലെ ജയറാമിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമകൾ അധികവും നായകൻ ജയറാമാണ്. ജയറാമിൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാലാണ് സാറ്. അങ്ങനെ അതും അങ്ങനെ സംഭവിച്ചാണ്. ഇതൊന്നും ജയറാമിന് വേണ്ടിയിട്ടല്ല ഞാൻ ജയറാം ആ കഥകൾ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ജയറാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം കുറേ പടങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പടങ്ങൾ പക്ഷേ ജയറാമിനെയാണ് നമ്മൾ അതിലെ ക്യാരക്ടറായിട്ട് കാണുന്നത് പറയുമ്പോൾ പിന്നെ എനിക്ക് എളുപ്പമായിരുന്നു പല കാര്യങ്ങളും. തിരക്കഥ ആ സമയത്ത് അതെ, ജയറാം ആണെങ്കിൽ എനിക്ക് ആ കഥാപാത്രത്തിനെ കുറേ കൂടി ഈസി ആയിട്ട് ഇങ്ങനെ ഓൺ ചെയ്ത് ഇതാക്കി എടുക്കാം. മാവ് കുഴക്കുന്നതിന് മുമ്പേ ചപ്പാത്തിയാണോ ദോശയാണോ എന്ന് തീരുമാനിക്കുന്ന പോലെയാണ് എളുപ്പമാകുന്നത്. പക്ഷെ എന്താ വളരെ വാത്സല്യമായിരുന്നു എനിക്ക് ജയറാമിനോട് ആ കാലത്ത് ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തൊക്കെ. അത് സംഭവിക്കുന്നു. അങ്ങനെ കുറേ കഥാപാത്രങ്ങളൊക്കെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം വിജയരാഘവൻ്റെ ഒരു കരിയർ ഗ്രാഫ് എനിക്ക് പെട്ടെന്ന് സാറോട് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മേലെപ്പറമ്പിലാണ് വീട്ടിലെ വേറെ തന്നെ ഒരു വിജയരാഘവനാണ്. നമ്മൾ അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ വിജയരാഘവൻ പോലീസ് ഓഫീസറായിട്ടും മറ്റേ സുരേഷ് ഗോപിയുടെ കൂടെയുള്ള പടങ്ങൾ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിജയരാഘവനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കിഷ്കിന്ദ കാണും വരെ എത്തി നിൽക്കുന്ന വിജയരാഘവൻ്റെ ഒരു കരിയർ ഗ്രാഫ്, അതിനെപ്പറ്റി എന്താ പറയുക? വിജയരാഘവൻ അതുവരെ ചെയ്ത കഥാപാത്രമൊക്കെ വിട്ടിട്ടാണ് ഈ ഇതിലെ മേലപ്പറമ്പിലാണ് വീട്ടിലെ ആ ക്യാരക്ടർ വന്നു കഴിയുന്നത്. പക്ഷേ വിജയരാഘവൻ അത് വളരെ സ്യൂട്ടബിൾ ആയിരിക്കും എനിക്ക് തോന്നിയിരുന്നു. കാരണം ഈസ് എ വേഴ്സറ്റൈൽ ആക്ടർ. ആക്ച്വലി നല്ലൊരു അസാധാരണ അഭിനേതാവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അച്ഛൻ്റെ മാത്രമല്ല ഈസ് ഹിംസെൽഫ്. ഇപ്പോൾ ഈ കിഷ്കിന്ദാഖണ്ഡത്തിലൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഈ പടത്തിലും നമ്മുടെ ഈ സിനിമയിലും ചെറിയ ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ. വളരെ രസമാണ് ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. മറ്റേ മേലെപ്പറമ്പിലാണ് വീട്ടിൽ. പിന്നെ നർമ്മത്തിനെ നല്ലൊരു ആക്ടർക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഉൾക്കാമ്പ് കിട്ടും. വെറുതെ ഒരു സംഭാഷണം ഉരുവിടുന്നതല്ല നർമ്മം. അതിൻ്റെ ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ആ ഫീലിംഗ് അദ്ദേഹം ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു നർമ്മമായിരിക്കും ഏറ്റവും ഫലിപ്പിക്കാൻ പ്രയാസം. എല്ലാ നർമ്മത്തിലും ഒരു വേദനയുണ്ടാവും. അപ്പോൾ ഏതായാലും ഒരു കട്ടിൽ ഒരു മുറി അതൊരു വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ റിപ്പോർട്ടർ സ്റ്റുഡിയോയിൽ ഇങ്ങനെ വന്നതിലും ഇതുപോലെ ഒരുപാട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഉപജ്ഞാതാവിനെ ഇങ്ങനെ കാണാൻ സാധിച്ചാലും സന്തോഷമുണ്ട് സാർ. എനിക്ക് ഒരുപാട് സന്തോഷം വന്നതിൽ. ഞാനും ആദ്യമായിട്ടാണ് ചാനലിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ.